പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച് കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവം വചനം ഞങ്ങൾ ഗ്രഹിക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളുണ്ടാക്കാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ശ്രോതാക്കൾ ഇത് കേൾക്കുമ്പോൾ ജീവിതത്തെ ഈ വചനങ്ങൾ സ്പർശിക്കണമേ കർത്താവേ. അത് അസ്ഥികളിലേക്ക് തുളച്ച് കയറണം, മാറ്റങ്ങളെ സൃഷ്ടിക്കണം. യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു പ്രേരക ശക്തി ഉണ്ടാകണം. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും മറ്റനേകരെ കർത്താവിലേക്ക് ആനയിക്കാനുമുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെയൊക്കെയും ആഴമായ അടയാളങ്ങൾ, അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എഫേസ്യർ 3 6 മുതലാണ്. 6 ഞാൻ വായിക്കുകയാണ്. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിലെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളും ആണ്. 6 വാക്യമാണ് നമ്മൾ വായിച്ചത്. വിജാതിയർ കൂട്ടവകാശികളാണ്. 3 പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഈ വിജാതിയർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, അവർ കൂട്ടവകാശികൾ ആണ്. അവകാശത്തിൽ അവർക്കുമുണ്ട് പങ്ക്. ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. യഹൂദരെന്നും പറഞ്ഞ വേറൊരു ബോഡിയല്ല, ഒറ്റ ശരീരം, അതിലെ അംഗങ്ങളാണ് വിജാതിയരും. വാഗ്ദാനത്തിൽ ഭാഗഭാക്കുകളുമാണ്. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ഇസ്രായേൽ ജനത്തിന് അത് ഉണ്ട്. അപ്പോൾ മറ്റ് ജാതികൾക്ക് അതിൻ്റെ ആ വാഗ്ദാനത്തിന് പങ്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ആ വാഗ്ദാനങ്ങൾക്കുള്ള പങ്ക് വിജാതിയർക്കും കൂടെ ഉണ്ട്. അവർക്ക് മാത്രം വീതിച്ചെടുത്തുകൊണ്ട് പോകാനുള്ളതല്ല. മൊഫാട്സിൻ്റെ ഇംഗ്ലീഷിലുള്ള വിവർത്തനത്തിലെ ഈ വാക്കുകളെ കോ ഹയേഴ്സ്, കമ്പാനിയൻസ്, കോ പാർട്ട്നേഴ്സ് എന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും കൂടി കോ, അതിനർത്ഥം നമുക്കറിയാമല്ലോ, ആ വാക്കുണ്ട്. ഗ്രീക്കിലെ വാക്കുകൾക്കും ഇതിന് വലിയ താരതമ്യമുണ്ട്, ഒരുപോലെ തോന്നിക്കും. സിക്ലെറോനോമ, സൈസോമ, സമറ്റോക്ച എന്നീ വാക്കുകളാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിനും SY എന്നാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോ എന്നുള്ള ആ ഒരു അർത്ഥധ്വനി ഈ ഗ്രീക്കിലെ ഈ വാക്കുകൾക്കുമുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എത്തിക്കണമെന്നാണല്ലോ യേശു ക്രിസ്തു ആജ്ഞാപിച്ചത്. അപ്പോൾ ഇസ്രായേൽ നാട്ടിൽ മാത്രം ഒതുക്കാനല്ല, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം എത്തിക്കണം. ഇതാണ് കർത്താവായ യേശു ആജ്ഞാപിച്ചിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 24 14 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. അന്ത്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ സുവിശേഷം ലോകം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അതിനുശേഷമേ അന്ത്യമാകുള്ളൂ. എല്ലാ ജനതകൾക്കും സാക്ഷ്യത്തിനായിട്ടാണ്, അല്ല ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത്. എല്ലാ ജനതകൾക്കും സാക്ഷ്യത്തിനായി ഇത് എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. ആദ്യം മുതലേ നമുക്ക് കാണാം, സഭയുടെ ആരംഭം മുതലേ വിജാതിയരും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അവരും വിശ്വസിക്കുന്നു.
കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന സംഭവം നമുക്കറിയാം. അവിടെ പത്രോസ് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44-ാം വാക്യം പറയുന്നത്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായിട്ട് പത്രോസ് പ്രഖ്യാപിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് വന്നിരുന്ന പരിച്ഛേദിതരായ വിജാതിയർ വിസ്മയിച്ചു. പരിച്ഛേദിതരായ യഹൂദര് വിശ്വാസികൾ പത്രോസിനൂടെ വന്നിട്ടുണ്ടായിരുന്നു. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് വിജാതിയരുടെ മേൽ വന്ന് ആവസിക്കുകയും അവർ അന്യഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവരങ്ങ് വിസ്മയിച്ചു പോയി. എടാ, ഈ അവകാശം, ഈ കൂട്ടായ്മ അവർക്കും ഉണ്ടോ എന്ന്, വിജാതിയർക്കും ഉണ്ടോ എന്ന് അവരങ്ങ് വിസ്മയിച്ചു പോയി. സങ്കീർത്തനം 22:7 പറയുന്നു, ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. കർത്താവിൻ്റെ സന്നിധിയിലാണല്ലോ ആരാധന അർപ്പിക്കേണ്ടത്. അത് എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുക, അല്ല ഇസ്രായേൽ ജനം മാത്രമല്ല, എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. ഇനി ആരാധന എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടതും കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നതും അവനെ കൊടുക്കാൻ യോഗ്യതയുള്ളതും ഈ ആരാധന ദൈവത്തിനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലർ ഈ ആരാധന ദൈവത്തിന് കൊടുക്കാൻ അവർക്ക് ഭയമാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകാതെ ആരാധിക്കപ്പെടേണ്ടവൻ യേശു, ആരാധിക്കപ്പെടേണ്ടവൻ പിതാവായ ദൈവം, ആരാധിക്കപ്പെടേണ്ടവൻ പരിശുദ്ധാത്മാവ്, ദൈവത്തിനല്ലാതെ ഇത് ആർക്കും കൊടുക്കരുത്, ഇത് ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് കൽപ്പനയും ബൈബിളിലും അത് പറഞ്ഞിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ കൂടുതൽ സമയം വേറെ ഏതാണ്ടൊക്കെ ചൊല്ലിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ജനം ഇപ്പോഴുണ്ട്. അത് വർദ്ധിച്ചു വരികയാണ്. ഈ ദൈവവചനത്തിന് എതിരായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അത് പാടില്ലാത്തതാണ് എന്നിവിടെ ഓർക്കണം. പൗലോസ് വിജാതിയരുടെ അപ്പോസ്തലൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. റോമാലേഖനം 11-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. പൗലോസ് വിജാതിയർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് വിചാരിച്ച് സ്വന്തം കൂട്ടർ യഹൂദരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവരും കുറേ പേരെങ്കിലും ഇതിവിടങ്ങ് മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് വിശ്വസിച്ച് വരണം. അങ്ങനെ അവരെ കൂടെ കുറച്ച് പേരെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമല്ലോ എന്നാണ് പൗലോസിൻ്റെ ആഗ്രഹം. പൗലോസ് കോറിന്തോസുകാരോട് ഒരു കാര്യം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 2-ാം വാക്യം അവരോട് പറയുകയാണ്, ഞാൻ മറ്റുള്ളവർക്ക് അപ്പോസ്തലൻ അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ അപ്പോസ്തലനാണ്. നിങ്ങൾ കർത്താവിൽ എൻ്റെ അപ്പോസ്തല വൃത്തിയുടെ മുദ്രയുമാണ്. കൊറിന്തോസിലെ സഭ ഏതാണ്ട് 1.5 വർഷം പൗലോസ് അവിടെ താമസിച്ചിരുന്നു. ഇത്രയും അങ്ങ് താമസിച്ച് അവരെ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിശ്വാസത്തിൽ കൊണ്ടുവരിക പൗലോസിന് വലിയൊരു പ്രവൃത്തിയാണ്. പൗലോസ് പറയുന്നത്, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ അപ്പോസ്തലനല്ലെന്ന് അവർ പറഞ്ഞേക്കും, പക്ഷേ നിങ്ങളങ്ങനല്ല. ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് എത്രമാത്രം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വന്ന ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജാതിയരായ നിങ്ങളുടെ അപ്പോസ്തലൻ ആണ്. 1.5 വർഷമാണ് അത് ചെലവഴിച്ചത്. കൊറിന്തോസ് എന്ന് പറയുന്നത് വിജാതിയരുടെ നാടെന്ന് മാത്രമല്ല, തെറ്റായ അധാർമികമായ രീതിയിൽ ജീവിച്ചു വന്ന ഒരു ജനത്തെ ഇങ്ങനൊരു പരിവർത്തനം വരുത്തി കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക പൗലോസ് അത്രമാത്രം തീവ്രമായിട്ട് പ്രയത്നിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം
ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. നമ്മൾ കൃപാവരത്തെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് കൃപാവരം എന്നുള്ള ആ വാക്ക് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷെങ്കിൽ പൗലോസോട് ഒരു വാക്യം പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ ഈ കൃപാവരം എനിക്ക് ലഭിച്ചതെന്ന്. ഈ ശക്തിയുടെ പ്രവർത്തനം എന്നുള്ള ഈ പ്രയോഗം പുതിയ നിയമത്തിൽ എഫേസോസ് ലേഖനത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അതും 2 പ്രാവശ്യം. ഒന്നിപ്പോൾ വായിച്ചതും മറ്റൊന്ന് 1-ാം അധ്യായം 19-ാം വാക്യത്തിലുമാണ്. ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലം. കൃപാവരം എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ലഭിക്കുന്നു നമുക്ക്? കർത്താവിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ കൃപാവരം എന്ന് പറയുന്നത്. അത് ലഭിക്കുന്നു, ഈ പൗലോസിന് ലഭിക്കുന്നു എന്ന് പറയുന്നു. നമുക്കും എല്ലാം ലഭിക്കും. ആ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഈ പ്രയോഗം ഇവിടെ എഫേസോസ് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ എങ്ങും ഉപയോഗിച്ചിട്ടുമില്ല. മാനുഷികമായി സാധ്യമല്ലാത്തത് അത് തരണം ചെയ്യുവാൻ ദൈവശക്തിക്കുള്ള കഴിവിനെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ശക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ്. മനുഷ്യരെ സംബന്ധിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് സാധ്യമല്ല. പക്ഷേ ദൈവത്തിന് സാധിക്കും. ദൈവശക്തിക്ക് അതിന് കഴിവുണ്ട്. ആ കഴിവിനെയാണ് ഇവിടെ ശക്തിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്ക് കഴിയത്തില്ല. അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തോ കഴിയുന്നത്? ദൈവത്തിന് എല്ലാം കഴിയും. എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനാൽ പരിപാലിക്കപ്പെടുന്നു, അവനാൽ നിയന്ത്രിക്കപ്പെടുന്നു. എല്ലാം അവൻ്റെ നിശ്ചയം പോലെ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. സങ്കീർത്തനം 62:11 പറയുന്നു, ദൈവം 1 പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റേതാണ്. അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റേതായ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഉള്ളത് കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മളൊരു കാര്യം ചോദിച്ചാൽ തരികയും ചെയ്യും. അത് വാഗ്ദാനമാണ്. അപ്പോൾ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. നമ്മൾ ഏത് കാര്യവും ചോദിച്ചാൽ തരുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് തരും. ദൈവത്തിന് ശക്തിയുണ്ട്, അതിന് കുറവൊന്നുമില്ല. ഒരു കാര്യം കൂടെ നമ്മൾ ഈ വാചകത്തിൽ ഓർക്കണം, ശക്തി ദൈവത്തിൻ്റേതാണ്. പലരും വിചാരിക്കും ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന്. മാനുഷികമായ പ്രവർത്തനങ്ങളിൽ ഞാൻ വലിയ മിടുക്കനാ, ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊന്നുമല്ല. കർത്താവാണ് ശക്തിക്ക് കാരണം. അവനാണ് പ്രവർത്തിക്കുന്നത്. അവനിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്നു. നമ്മളിൽ കൂടെ അവൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശക്തി ദൈവത്തിൻ്റേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയമായ കാര്യങ്ങളിലും അങ്ങനെ. ഇനി അത്ഭുത പ്രവർത്തനങ്ങൾ, രോഗശാന്തി കൊടുക്കുന്നത് ചില പ്രാസംഗികർ എൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഇത്ര പേർ രോഗികൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അനൗൺസ് ചെയ്യും. ആരുടെയും ശക്തി കൊണ്ടല്ല. ആർക്കും അതിനുള്ള ആ ശക്തി സ്വയം ഇല്ല. ദൈവം, കർത്താവായ യേശു അവനിലേക്ക് കൊടുത്ത കൃപാവരത്താൽ, അവനിലേക്ക് ചൊരിയ ആ ശക്തിയാൽ അവൻ പ്രവർത്തിക്കുന്നു. ഹീ ഈസ് എ ടൂൾ. കർത്താവിൻ്റെ പ്രവർത്തനം അവനിൽ കൂടെ നടക്കാനുള്ള ഒരു ഉപകരണമായിട്ട് അവനെ കർത്താവ് ഉപയോഗിക്കുന്നു. വലിയൊരു കാര്യമാണത്. പക്ഷേ അവൻ്റെ ശക്തിയാണെന്ന് നാം വിചാരിക്കരുത്. എല്ലാവരും ഇങ്ങോട്ട് വാ, ഞാനിപ്പോൾ അങ്ങ് സുഖപ്പെടുത്തി തരാം എന്നൊന്നും പറഞ്ഞു കളയരുത്. കർത്താവിൻ്റെ കൃപയാൽ ഇത് സംഭവിക്കുന്നു. പ്രാർത്ഥിച്ചാൽ കിട്ടും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സുഖം പ്രാപിക്കും. അധികാരവും ശക്തിയും ഒക്കെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് പ്രയോഗിക്കണം. പക്ഷെ അത് എൻ്റെ ശക്തിയാണെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ വെറും ഉപകരണം മാത്രം, ടൂൾ മാത്രം എന്ന് മനസ്സിലാക്കണം. ശക്തി ദൈവത്തിൻ്റേതാണ്. ജോബ് പുസ്തകത്തിൽ 42-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ജോബ് കർത്താവിനോട് പറയുകയാണ്, അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. കർത്താവിന് എല്ലാം സാധിക്കും. കർത്താവിൻ്റെ ആഗ്രഹങ്ങളെ ആർക്കും തടയാനൊക്കത്തില്ല. നമുക്ക് കർത്താവിനോട് ഇത് ഇങ്ങനാകട്ടെ, മറ്റേത് ഈ പ്രകാരമാകട്ടെ എന്നൊന്നും പറയാനൊക്കത്തില്ല. നമുക്കുള്ള ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാം അനുകൂലമാക്കി
കർത്താവ് തരും, നമ്മളെ തള്ളിക്കളയത്തില്ല, ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം 8ഉം 9ഉം വാക്യങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ്. വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും, 9-ാം വാക്യം, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, വിജാതിയരോട് പ്രസംഗിക്കണം. അതെന്ത് പ്രസംഗിക്കണം? ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കണം. അതിനുള്ള വരം എനിക്ക് ലഭിച്ചെന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കണം. ദുർഗ്രഹമാണ്, മനസ്സിലാക്കാനൊക്കെ പ്രയാസമാണ്, അത് പ്രസംഗിക്കണം വിജാതിയരോട്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ ചില കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ, ആദ്യം മുതൽ തന്നെ നിഗൂഢമായി ഇരിപ്പുണ്ട്. എല്ലാം നമ്മളോടിങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം അത് എല്ലാവർക്കും ഒന്ന് വ്യക്തമാക്കി കൊടുക്കണം. നമുക്ക് കിട്ടിയ സംഗതികളുണ്ട്, അതിനെ നമ്മൾ രഹസ്യങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. സാക്രമെൻറ്റ്സ് എന്നൊക്കെ പറയാം. രഹസ്യങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയവയാണ് ദൈവിക രഹസ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അത് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം, അവരോട് പ്രസംഗിക്കണം. അത് വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു വരം പൗലോസ് പറയുന്നു, പൗലോസിന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് പൗലോസിനെക്കുറിച്ച് തന്നെ പറയുന്നത്, വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക്. എത്ര താഴ്മയാണ് പൗലോസ് അവിടെ ആ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. താഴ്മയുണ്ട്, അതുകൊണ്ടാണ്. വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക്. പലരും അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയെങ്കിൽ ഞാനാണത് ചെയ്തത് എന്ന് പറഞ്ഞു നടക്കും. വേണ്ട, വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് അകൃപാവരം നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ബഹുമുഖ ജ്ഞാനം സ്വർഗത്തിലെ അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും, സ്വർഗത്തിലെ അധികാരവും വാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും, ദൂതഗണങ്ങൾ, സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റുമുള്ള ബുദ്ധിജീവികൾ, അവർക്കൊക്കെ വ്യക്തമാക്കി അങ്ങോട്ട് കൊടുക്കണം. ഈ ദൂതന്മാർക്കും ഈ ബുദ്ധിജീവികൾക്കും നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്, അതിനാണ് ഈ സഭ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൂതന്മാർ കർത്താവിൻ്റെ വീണ്ടെടുപ്പിലും മനുഷ്യാവതാരത്തിലും മനുഷ്യൻ്റെ നീതീകരണത്തിലും ദൈവം വെളിപ്പെടുത്തിയ ജ്ഞാനം അറിയാനുള്ള ഒരു ഉപാധിയായി സഭ ഇരിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ വീണ്ടെടുപ്പുണ്ടായി. ദൂതന്മാർക്ക് ആ വീണ്ടെടുപ്പ് ഇല്ലല്ലോ, ആവശ്യവും ഇല്ലല്ലോ. കർത്താവ് മനുഷ്യനായി അവതരിച്ചു. അത് വലിയൊരു രഹസ്യമാണ്. ഇപ്പോഴും മനുഷ്യർക്ക് വ്യക്തമായി മനസ്സിലാകാത്തൊരു കാര്യമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. ദൈവം നമ്മുടെ കൂടെ ഒരു മനുഷ്യനായിട്ട് 33 വർഷം ഇവിടെ ജീവിച്ചു. നമ്മളിതൊക്കെ പറയുന്നു, പഠിപ്പിക്കുന്നു എങ്കിലും വ്യക്തത, അതിൻ്റെ പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി എന്ന് മാത്രം. ദൈവത്തിൻ്റെ നീതീകരണം, അയ്യോ കർത്താവ് എങ്ങനെ ഈ പാപികളായ മനുഷ്യരെ നീതീകരിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത്, അതൊരു വലിയ രഹസ്യമല്ലേ. നമുക്കൊക്കെ അത് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടി. ദൈവത്തിൻ്റെ നീതീകരണം, പാപികളായി എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ പലരും അതിശയിച്ചു പോകും. ഇല്ല, നീതീകരിച്ചു. ആര് നീതീകരിച്ചു? യേശുക്രിസ്തു നീതീകരിച്ചു. അവൻ്റെ കുരിശിലെ മരണത്താൽ, പാപപരിഹാര ബലിയാൽ, അവൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട് ശുദ്ധീകരിച്ചു. അവർ മാനസാന്തരപ്പെട്ടവരാ, വിശ്വാസത്തിൽ വന്നവരാ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരാ. സ്വർഗത്തിൽ അവർ വരും. അതാണ് എൻ്റെ നീതീകരണം എന്ന് പറയുന്നത്. അതൊക്കെ മാലാഖമാർക്ക് ചിലപ്പോൾ ഇപ്പോഴെല്ലാം അറിയത്തില്ലായിരിക്കും. ഈ സഭ വഴിയാണ് മാലാഖമാർ ഈ കാര്യം എല്ലാം അറിയുന്നത്. അവിടെ ദൈവം വെളിപ്പെടുത്തിയ ജ്ഞാനം അറിയിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് സഭ ഇന്ന് ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് ഞാൻ വളരെ വിശുദ്ധരിൽ നിസാരനാണെന്ന് പറഞ്ഞത്? മാനസാന്തരത്തിന് മുമ്പ് ക്രിസ്തുവിനെയും വിശ്വാസികളെയും പീഡിപ്പിച്ചിരുന്നതിനാലാണ് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായവൻ
എന്ന് പൗലോസ് ഇവിടെ സ്വയം വിശേഷിപ്പിക്കുന്നത്. പൗലോസിൻ്റെ താഴ്മ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 1 തിമോത്തിയോസ് 1:16 പൗലോസ് പറയുന്നു, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ പാപികളിൽ ഒന്നാമൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് മറ്റുള്ളവർക്ക് മാതൃകയാകാനാണ്. ആർക്ക് മാതൃകയാകാനാണെന്നുള്ളതിന് പൗലോസ് പറഞ്ഞിരിക്കുന്ന വാചകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആർക്ക് മാതൃകയാകാനാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക്. ആർക്കാണെന്നോട് ശ്രദ്ധിക്കൂ. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് ഒരു മാതൃക ആകുന്നതിന് വേണ്ടിയാണ്. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ എന്നിവിടെ സൂചിപ്പിക്കുക. നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക്. ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നു എന്ന് യേശുവിനറിയാം. പ്രസംഗം കേൾക്കുന്നു, മറ്റ് പല രീതിയിൽ അവർ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്നില്ല, കുറേ പേര് വിശ്വസിക്കുന്നു. വിശ്വസിക്കുവാനിരിക്കുന്നവർ ആരെല്ലാമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അവർക്ക് നിത്യജീവൻ ലഭിക്കും. അപ്പം നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് അവർക്കൊരു മാതൃകയാകാനാ പൗലോസിന് ഈ കാരുണ്യം ലഭിച്ചത്. പാപികൾക്കും കാരുണ്യം ലഭിക്കും എന്ന് അർത്ഥം. യേശുക്രിസ്തു തന്നെ താഴ്മയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. താഴ്മ ഒരു നിസ്സാര കാര്യമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. ലൂക്കോസ് 22:26 നിങ്ങളിലേറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. മാനുഷികമായ ചിന്തയല്ല ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കണം. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനെ പോലെ, അങ്ങ് വലിയ ആളാകാൻ യജമാനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. നേരെ വിപരീതമാണ് കർത്താവ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രായോഗികമാണ്, പ്രായോഗികമാക്കണം. യാക്കോബ് അപ്പസ്തലൻ തരുന്നൊരു നിർദ്ദേശമുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവീൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായാൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും. വെറുതെ പറഞ്ഞതല്ല, സംഭവിക്കും. യുവാക്കളോട് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഉപദേശിക്കുന്നു. 1 പത്രോസിൻ്റെ 5:5 യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവീൻ, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവീൻ. ഒരു ധരിക്കാനുള്ളൊരു അങ്കിയായിട്ടാണ് ഈ താഴ്മയെക്കുറിച്ച് പറയുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. താഴ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. ഫിലിപ്പിയർ 2:5, 6, 7, 8 വാക്യങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. വിശദീകരിക്കാൻ അങ്ങനെ ധ്യാനിച്ചാൽ മതി. മനുഷ്യനെ പോലെ ദൈവം ആയിത്തീർന്നു. ക്രിസ്തുവിൻ്റെ താഴ്മയുടെ വിവിധ നിലകളിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് ധ്യാനിക്കാം. യേശയ്യായുടെ പ്രവചനത്തിൽ ഇപ്രകാരമുള്ള കാഴ്ചപ്പാടാണ് നാം കാണുന്നത്.
ഒന്ന് ഏശയ്യ 53:2-3 വാക്യങ്ങൾ. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഇതായിരുന്നു യേശുവിൻ്റെ ഈ ഭൂമിയിലെ നില. യേശു ക്രിസ്തുവിന് സ്ഥാനവലിപ്പമോ പ്രശസ്തിയോ ഇല്ലായിരുന്നു. മത്തായി 2:23 പറയുന്നു, അവൻ നസറായനെന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ പോയി പാർത്തു. മൂന്നാമത്തേത് ധനപരമായ രീതിയിൽ താഴ്മയുള്ളവനായിരുന്നു. മത്തായി 8:30 വാക്യം. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. ആർക്കാണ്? സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് മാളങ്ങൾ ഈ കുറുനരികൾക്ക് ഉണ്ടാക്കി കൊടുത്തവന്, ആകാശപ്പറവകൾക്ക് കൂടുണ്ടാക്കി കൊടുത്തവന് ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവനൊന്ന് തലചായ്ക്കുവാൻ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ആരും സ്ഥലം കൊടുത്തില്ല. ധനപരമായി അങ്ങനെ ആയിരുന്നു. ധനത്തെക്കുറിച്ച് യേശു ഒത്തിരി പഠിപ്പിച്ചിട്ടുമുണ്ട്. ഗണനീയത്വത്തിൽ താഴ്മയുള്ളവനായിരുന്നു. മത്തായി 13:55. സ്വദേശത്തെ ആളുകൾ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? അയ്യോ, ഇവന് അവിടെ കിടന്നവനല്ലയോ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനായിരുന്നു ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്വത്തിൽ താഴ്മയുള്ളവനായിരുന്നു. അന്ത്യത്താഴ സമയത്ത് യേശു ശിഷ്യന്മാരുടെ പാദങ്ങളാണ് കഴുകിയത്. യോഹന്നാൻ 13:5. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ആര്? യേശു. ആര്? ദൈവം മനുഷ്യൻ്റെ ആകൃതിയിൽ വന്ന് ഈ പാവപ്പെട്ട ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടയ്ക്കുന്നു. നിഗളിക്കാൻ പാടില്ല. നിഗളത്തിനെതിരായി പല താക്കീതുകളും ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. സങ്കീർത്തനം 10:2. ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു, അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. 2 സുഭാഷിതങ്ങൾ 11:2. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും ഉണ്ട്. നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ച കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഈ നിഗളത്തിന് ലഭിക്കുന്ന ദൃഷ്ടാന്തം, ആ ശിക്ഷ എന്താണെന്നൊരു ദൃഷ്ടാന്തമാണ് നെബൂഖദ്നേസർ രാജാവിൻ്റെ ആ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാനിയേൽ 4:30-31 വാക്യം. മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞു. വേറെ ആരും കേട്ടിട്ടില്ല, രാജാവ് പറഞ്ഞതാ. മട്ടുപ്പാവിൽ ഇങ്ങനെ ഉലാത്തുമ്പോൾ, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേറോട്ടിരിക്കുന്നു. വാചകം കൊണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ രാജാവിന് ശത്രു സൈന്യം വരുന്നു, രാജാവ് ഓടിക്കപ്പെടുന്നു. ആ പറഞ്ഞ നിമിഷം തന്നെ, 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്നല്ല, ആ നിമിഷം തന്നെ സംഭവിച്ചു. ചരിത്രമാണ്. അഹങ്കാരത്തിൻ്റെ ഫലം ഇതുതന്നെ. ആത്മീയമായ തലത്തിലും നിഗളം പാടില്ല. യേശു പറഞ്ഞിരിക്കുന്നു,
ഒരു ഉപമയുണ്ട്, അത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോടായി യേശു ഈ ഉപമ പറയുകയാണ്. 2 പേർ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഫരീസ്യനായ ഒരാളുണ്ട്. അയാളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ പ്രതീക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഒന്നുമല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ബൈബിൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ആ ഫരീസിയൻ നീതീകരിക്കപ്പെട്ടില്ല. യേശു ഇങ്ങനെയാണ് ആ വാചകം ഉപസംഹരിക്കുന്നത്. ലൂക്കോസ് 18:14, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. കഫർനൗം എന്ന് പറയുന്ന വലിയ നഗരത്തെ യേശു ശപിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. മത്തായി 11:23 യേശു പറയുന്നു: കഫർനൗമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിൻ്റേതിനേക്കാൾ സഹനീയം ആയിരിക്കും. സ്വഭാഭിമാനികളുടെ സ്വന്തം മാനത്തിന് വേണ്ടി ഇങ്ങനെ വാചകങ്ങൾ അടിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. യേശയ്യാ 5:21, തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. സ്വയം അങ്ങ് വിചാരിക്കുക ഞാനങ്ങ് ജ്ഞാനിയാണ്, ദുരിതം. സുഭാഷിതങ്ങൾ 3:7, ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. സുഭാഷിതങ്ങൾ നമുക്ക് തരുന്ന നിർദ്ദേശമാണ്. ചിലർ വമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. വമ്പ് പറയാനും പാടില്ല. സങ്കീർത്തനം 10:3, ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വമ്പ് പറയുന്നു, അത്യാഗ്രഹി കർത്താവിനെ ശപിച്ച് തള്ളുന്നു. സുഭാഷിതങ്ങൾ 25:14, കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വമ്പ് പറയുന്നവർ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. കൊടുത്തിട്ടില്ല എന്നിട്ടും വമ്പ് പറയുക. പൗലോസ് തനിക്ക് ലഭിച്ച വരത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ തനിക്ക് വരം കിട്ടി എന്നാണ്. നമ്മുടെ പ്രസംഗ വിഷയം ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കുക എന്നാണ് പൗലോസിലൂടെ പറഞ്ഞ വാചകം. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഓഫ് പ്രീച്ച് അത് ക്രിസ്തു ആയിരിക്കണം. ചിലർ പ്രസംഗിക്കാൻ കൺവെൻഷൻ പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന വിഷയം വേറെ പലതുമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാളിനെക്കുറിച്ച് വേറെ ആളിനെക്കുറിച്ച് പറയാനോ വേറെ കാര്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ല, രാഷ്ട്രീയം പറയാനും അല്ല. അതുകൊണ്ട് ക്രിസ്തു ആയിരിക്കണം നമ്മുടെ പ്രസംഗ വിഷയം. പത്രോസും യോഹന്നാനും ഒരു മുടന്തനെ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തി. അസ്വസ്ഥരായ പുരോഹിതന്മാരും സേനാധിപനും സദൂക്കായരും അവരെ കാരാഗൃഹത്തിൽ അടച്ചു. പിറ്റേ ദിവസം വിചാരണ ചെയ്യപ്പെട്ടു. അപ്പോൾ പത്രോസ് ഇസ്രായേൽ ജനം അറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 10-ാം വാക്യം, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആരെയാണ് വലുതാക്കി പറയുന്നത്? നസറേയനായ യേശുവിനെ നിങ്ങൾ കുരിശിൽ തൂക്കി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതം നടന്നത്. അല്ല ഞങ്ങളുടെ മെടുക്കൊന്നുമല്ല. അതാണ് പത്രോസ് യോഹന്നാനും കൂടെ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 9:20 പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ പൗലോസ്
സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആരെക്കുറിച്ചാ? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ ദൈവപുത്രനാണ് എന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. ദൈവം സർവശക്തനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ ആണ് എന്ന് യേശു അരുളി ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർ വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മത്തായി 19:26 മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇനി രക്ഷ പ്രാപിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നത്, സ്വർഗരാജ്യത്തിൽ ചെല്ലുന്നതിനെക്കുറിച്ച്. മനുഷ്യർക്കിത് അസാധ്യം, പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യം. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം നീതീകരിക്കുന്നുണ്ട്, യേശു ക്രിസ്തു വഴിയുള്ള നീതീകരണം. അതുകൊണ്ടാണ് മനുഷ്യർക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നത്. അല്ല നമ്മൾ ചാടി അങ്ങോട്ട് കയറി ചെല്ലുമല്ല, അങ്ങനെ കയറാനും ഒക്കത്തില്ല. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ അർഹരായി മാറി എന്നതാണ്. അവനെല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഒന്ന്, ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. ബാബിലോണിലെ നെബൂഖദ്നേസർ രാജാവ് ശദ്രക്ക്, മെഷക്ക്, അബദനഗോ എന്നീ യഹൂദ യുവാക്കളെ തീച്ചൂളയിലിട്ട് ദഹിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അതിന് കാരണം രാജാവ് ഉണ്ടാക്കിയ പ്രതിമകളെ, സ്വർണം കൊണ്ടുള്ള പ്രതിമയാണ്, അവർ ആരാധിക്കുന്നില്ല എന്നതാണ്. രാജാവ് ഒരവസരം കൂടി അവർക്ക് കൊടുത്തു, നിങ്ങൾ ഈ സ്വർണ്ണ പ്രതിമയെ ആരാധിക്കാമോ? ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത്. ദാനിയേലിൻ്റെ 3:17 രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അവർ പറഞ്ഞത് തന്നെ സംഭവിച്ചു. സ്വന്തം ദൂതനെ അയച്ച് ദൈവം അവരെ മോചിപ്പിച്ചു. അവർ ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുകയും ചെയ്തു. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിവുണ്ട്. ഇതവർ പറഞ്ഞു. എന്തൊരു വിശ്വാസം! നമ്മളെ സംബന്ധിച്ച് അതുതന്നെയാണ്. എരിയുന്ന തീച്ചൂളയിൽ കിടക്കുമ്പോൾ നമ്മൾ പറയണം, എൻ്റെ ദൈവം ശക്തൻ, ഇതിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ. എരിയുന്ന തീച്ചൂളയിലൊന്നും നമ്മൾ വീണു പോയിട്ടില്ല. ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേന് വിഷമിക്കുക. ഓർക്കണം, എൻ്റെ ദൈവം ശക്തൻ, ഇതിൽ നിന്ന് വിടുവിക്കുവാൻ. അത് മതി നമുക്ക് ബലം. നമ്മൾ വിടുവിക്കപ്പെടും. ഉന്നത സ്ഥാനങ്ങളിൽ നമ്മൾ നിയമിക്കപ്പെടുകയും ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 3:8 കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സ്നാപകൻ പറഞ്ഞ വാചകമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കർത്താവിന് കഴിയും. റോമർ 4:21 വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അബ്രാഹത്തോടൊരു വാക്ക് പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അബ്രാഹം. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നപ്പോൾ അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. അതാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസം. വിശ്വാസികളുടെ പിതാവ് എന്നവൻ അറിയപ്പെടുന്നു. സകല കൃപയും വർദ്ധിപ്പിച്ചു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. 2 കൊരിന്ത്യർ 9:8 നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. എല്ലാം തരുവാൻ അവന് കഴിയും. അത്യന്തം പരമമായി ചെയ്യുവാൻ കർത്താവിന് കഴിയും. എഫേസ്യർ 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. ആ വാചകം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. എഫേസ്യർ 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. എത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക്. നമ്മൾ ചോദിക്കുന്നതിൽ കൂടുതൽ കിട്ടും, ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടും. അതിനവന് കഴിവുണ്ട്.
അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. കിട്ടിയില്ല വിഷമമാണ്. ഒട്ടും വിഷമിക്കേണ്ട. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ അവന് കഴിയും. അവനെ നമുക്ക് വേണ്ടി ചെയ്യും. ആറാമത്തെ ഒരു കാര്യം, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. ഫിലിപ്പിയ ലേഖനം 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വാചകമാണ്, അവന് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ ശരീരം ദുർബലമാണെന്ന് നമ്മളിങ്ങനെ വിഷമിക്കുകയല്ലേ. നമ്മുടെ ഈ ദുർബല ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ദുർബല ശരീരത്തെ ക്രിസ്തുവിൻ്റെ ശരീരം പോലെ, മഹത്വമുള്ള ആ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മളെന്നും ഇവിടെ ഇങ്ങനെ വിഷമിച്ചും കഷ്ടപ്പെട്ടും കാലം നൊന്തിയും കണ്ണില്ലാതെയും കൈ സൂക്ഷിച്ചും അങ്ങനെയൊന്നുമല്ല. ഇനിയും മഹത്വമുള്ള ശരീരം പോലെ, ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരം പോലെ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഏഴാമത്തെ ഒരു കാര്യം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവ അവസാനം വരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുവാൻ അവന് കഴിയും. 2 തിമോഥെയോസ് 1:12. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കുവാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഒന്നും പേടിക്കണ്ട. അടുത്ത 8ാമത്തെ ഒരു കാര്യം, അവസാനത്തോളം പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിയും. ഹെബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. 9ാമത്തെ കാര്യം, വീഴാതെ സൂക്ഷിക്കുവാൻ അവന് കഴിയും. യൂദായുടെ പുസ്തകം 24 25 വാക്യങ്ങൾ, വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതമായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനും മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിനെ ദൈവം എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന്. കർത്താവായ യേശു ആണല്ലോ രക്ഷകൻ എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നത്. ഏക ദൈവം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം യേശുവിലെ ദൈവത്വത്തെക്കുറിച്ച് അവൻ ദൈവമാണെന്നുള്ളൊരു പ്രഖ്യാപനം കൂടാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ അവനെ കഴിയും. പ്രകൃതിയുടെ മേൽ 10ാമത്തെ ഒരു പോയിൻ്റാണ്, ക്രിസ്തു അധികാരം പ്രയോഗിക്കുന്നു. പ്രകൃതിയുടെ മേൽ ദൈവികമായ അധികാരമാണ്. ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6:30 മുതൽ 44 വരെ, 8ാം അധ്യായം 1 മുതൽ 10 വരെ. കടലിൽ മേൽ നടക്കുന്നത് മത്തായി 14:22 മുതൽ 33 വരെ. ദേവാലയത്തിൻ്റെ നികുതി മീൻപിടുത്തം വഴി നടത്തുന്നത് മത്തായി 14:24 മുതൽ 27 വരെ. അത്തിമരത്തെ ഉണങ്ങിപ്പോകാൻ ഇടയാക്കുന്നത് മത്തായി 21:18 മുതൽ 22 വരെ. കൊടുങ്കാറ്റ് ശാന്തമാക്കുന്നത് മർക്കോസ് 4ാം അധ്യായം 35 മുതൽ 41 വരെ. വെള്ളത്തെ വീഞ്ഞാക്കുന്നത് യോഹന്നാൻ 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സുഭാഷിതങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ 8:27-30. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനും മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ജ്ഞാനത്തെക്കുറിച്ചാണത് പറയുന്നത്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ്.
ഞാൻ അവിടുത്തെ അരികിൽ ഉണ്ടായിരുന്നു. കർത്താവിന് എല്ലാം കഴിയും. അവന് കഴിയാത്തതായിട്ട് ഒന്നും ഇല്ല. സമുദ്രത്തിന് മീതെ ചക്രവാളത്തെ നിർമ്മിച്ചവൻ അവനാണ് യേശു ക്രിസ്തു. അതാണ് ജ്ഞാനം. അതുകൊണ്ട് എല്ലാം കഴിയും, എല്ലാം നമുക്ക് തരും. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. അബ്രഹാം നമുക്ക് മാതൃകയാണ്. നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, നമ്മളെ ഉയർത്തും. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് എഫേസ്യോസ് 3:6-9 വരെയുള്ള വാക്യങ്ങളാണ്. വിജാതിയർ കൂട്ടവകാശികളാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളാണ് എന്ന് നാം കണ്ടു. പൗലോസ് തന്നെ പറയുമ്പോൾ വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ എന്ന സ്വയം വിശേഷിപ്പിക്കുന്നത് തൻ്റെ താഴ്മ നമുക്ക് മാതൃകയാണ്. താഴ്മയുടെ ഏറ്റവും മഹത്തായ മാതൃക യേശു ക്രിസ്തു നൽകി. വിവിധ നിലകളിലുള്ള ക്രിസ്തുവിൻ്റെ താഴ്മ അത് നമ്മൾ പ്രത്യേകം ധ്യാനിച്ചു. നിഗളത്തിനെതിരായി ബൈബിൾ നൽകിയിരിക്കുന്ന താക്കീതുകളും മുന്നറിയിപ്പുകളും നാം പഠനവിധേയമാക്കി. ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് നാം വിചിന്തനം ചെയ്തു. ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. വാഗ്ദാനങ്ങൾ അവൻ നിറവേറ്റി തരും. സമൃദ്ധമായ കൃപ നമുക്ക് നൽകും. പൂർണ്ണമായി നമ്മെ രക്ഷിക്കും. ഇതാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിച്ചത്. അടുത്ത എപ്പിസോഡിൽ 133 എപ്പിസോഡിൽ എഫേസ്യോസ് 3:10 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.